ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡ്രീം യുവർ ലൈഫ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് വന്നത് ഇപ്പോഴത്തെ ന്യൂസിലാൻഡിലെ ജോബ് വേക്കൻസീസിനെ കുറിച്ചാണ്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും സിറ്റുവേഷൻ സെയിം ആണോ, എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, എന്താണ് ഇപ്പോൾ ന്യൂസിലാൻഡിലോട്ട് വന്നാലുള്ള അവസ്ഥ, ജോലി കിട്ടാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, സാധ്യതകൾ തീരെ ഇല്ലേ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ കുറേ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ഡിസ്കഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ വന്ന സമയത്ത് ആ സമയം മുതൽ ഇവിടെ ജോബിന് നല്ല ഷോർട്ടേജ് തന്നെയായിരുന്നു. ജോബ് കിട്ടാനുള്ള ചാൻസ് കുറവ് തന്നെയായിരുന്നു. അപ്പം എൻ്റെ ബാച്ചിൽ എല്ലാവർക്കും തന്നെ ജോബ് ഇവിടെ കിട്ടിയിട്ടില്ല. കുറച്ച് പേർക്കൊക്കെ ഓസ്ട്രേലിയയിലാണ് ജോബ് കിട്ടിയത്. കാരണം അവർക്ക് വിസ തീർന്നു കഴിഞ്ഞിട്ട് ഇവിടെ ജോലി കിട്ടാത്തൊരു സിറ്റുവേഷനിൽ കുറച്ച് പേരൊക്കെ, വളരെ ചുരുക്കം പേരാണ് എൻ്റെ ബാച്ചിൽ. കൂടുതൽ ആളുകൾക്ക് ഇവിടെ തന്നെ ജോലി കിട്ടി. എന്നാൽ ചുരുക്കം ചില ആളുകൾക്ക് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം ഇവിടെ അവർക്ക് ജോബ് ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ. അതുപോലെ തന്നെ ഇപ്പോഴെന്താണ് ഇവിടുത്തെ അവസ്ഥ, സെയിം സിറ്റുവേഷൻ തന്നെയാണോ എന്ന് കുറേ പേര് അന്വേഷിക്കുന്നുണ്ട് ഇപ്പോഴും എന്നോട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോഴത്തെ അവസ്ഥയും കാര്യമായിട്ട് വ്യത്യാസമില്ല. ജോബ് വേക്കൻസീസ് കുറവ് തന്നെയാണ്. അത് എല്ലാവർക്കും ഇപ്പം ഏകദേശം എല്ലാവർക്കും തന്നെ മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. ന്യൂസിലാൻഡിൽ ഇപ്പോൾ നഴ്സസിന് ജോബ് വേക്കൻസീസ് കുറവ് തന്നെയാണ്. എന്ന് വെച്ച് ഒരു നഴ്സിനും ന്യൂസിലാൻഡിൽ ജോബ് കിട്ടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പം പൊതുവേ ജോബ് വേക്കൻസീസ് കുറവ് തന്നെയാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഞാൻ, അതായത് റീസെൻ്റായിട്ട് ക്യാപ്പ് കഴിഞ്ഞ് കുറച്ച് കുട്ടികളോടൊക്കെ അന്വേഷിക്കും മനസ്സിലാകുന്നത്, കുറേ പേരും ക്യാപ്പ് കഴിഞ്ഞ് അവർക്ക് ജോബ് കിട്ടാതെ അവർ നാട്ടിലോട്ട് തിരിച്ചു പോകുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം. അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരും ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ മനസ്സിലാക്കി അഫ്ര രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. ക്യാപ്പ് കഴിഞ്ഞ ഉടനെ അവർ അഫ്ര രജിസ്ട്രേഷൻ ചെയ്ത് ഓസ്ട്രേലിയക്ക് ട്രൈ ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഓസ്ട്രേലിയക്ക് കുറേ പേർക്ക് ജോബ് കിട്ടുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനും ഇപ്പോൾ കുറച്ച് ടഫായി വരുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു സിറ്റുവേഷനാണ് ഫാമിലി ആയിട്ട് നിങ്ങൾ ക്യാപ്പിന് വരുന്നത്. അതൊരിക്കലും ഈ ഒരു അവസ്ഥയിൽ ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യില്ല. അത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫാമിലി ആയിട്ട് ക്യാപ്പിന് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പൈസ കളയാനുള്ള ഒരു ഓപ്ഷൻ മാത്രമായിരിക്കും. നിങ്ങൾക്കറിയാം, ഇവിടെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ന്യൂസിലാൻഡിൽ. അപ്പോൾ സിംഗിളായിട്ട് എപ്പോഴും വന്ന് ക്യാപ്പ് ചെയ്ത് നിങ്ങൾക്കൊരു ജോബ് സെക്യൂർ ആകുന്ന ടൈമിൽ മാത്രം ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താണോ ക്യാപ്പ് കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു പോകാനാണോ പ്ലാന് എങ്കിൽ ആ രീതിയിൽ ചെയ്യുക. കാരണം നിങ്ങൾക്ക് റിസൈൻ കൊടുക്കാതെയും നിങ്ങൾക്ക് ലീവിന് വന്ന് ക്യാപ്പ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു പോകാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മുന്നത്തെ പഴയ വീഡിയോസിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം ഓൾറെഡി നിങ്ങൾക്ക് നല്ല ജോലി ഉള്ളവരാണെങ്കിൽ ലീവ് എടുത്ത് വന്ന് ക്യാപ്പ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു പോകാവുന്നതാണ്. നിങ്ങൾക്ക് APC ആണെങ്കിലും രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകുന്നതല്ല. ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോബ് കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ വരുന്നവരല്ല എല്ലാവരും. നിങ്ങൾക്ക് ക്യാപ്പ് കഴിഞ്ഞ് തിരിച്ചു പോകാം എന്നൊരു മൈൻഡ് സെറ്റോടു കൂടി തന്നെ വരുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാർ. അപ്പം ഇവിടുത്തെ സിറ്റുവേഷൻ ഏകദേശം എല്ലാവർക്കും തന്നെ മനസ്സിലായി കഴിഞ്ഞു. ഉടനെ തന്നെ ക്യാപ്പ് കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു ജോലി ആകണം എന്ന് നിർബന്ധമില്ല. എന്ന് വെച്ചാൽ ആകില്ലെന്നല്ല ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, കുറച്ച് പുതുതായിട്ട് ക്യാമ്പൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന കുറച്ച് കുട്ടികളോട് ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ചിലർക്കൊക്കെ ജോബ് ഓഫേഴ്സ് ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ അവർക്കത് ജോയിനിങ് ഡേറ്റ് 2-3 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ജോയിനിങ് ഡേറ്റ് അവർ പറയുന്നത്. ഒരു 3 months ഒക്കെ കഴിഞ്ഞിട്ടാണ് ജോയിനിങ് ഡേറ്റ് പറയുന്നത്. അപ്പം ഉടനെ ഒരു വേക്കൻസി പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇല്ല എന്ന് തന്നെയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഏജ് കെയർ സെൻറ്റേഴ്സിലാണെങ്കിലും നമുക്ക് ഒരുപാട് വേക്കൻസീസ് ഇപ്പം നിലവിലുള്ളതായിട്ട് കാണുന്നില്ല. കാരണം ഞാൻ കൂടുതൽ കുട്ടികളോട് അന്വേഷിക്കുമ്പോഴും ഇവിടുന്ന് ഇൻ്റർവ്യൂ തന്നെ കിട്ടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ അഫ്ര രജിസ്ട്രേഷൻ ചെയ്ത് ഓസ്ട്രേലിയ എന്നൊരു കൺസെപ്റ്റിലാണ് കൂടുതൽ കുട്ടികളും ഇപ്പോൾ ഇവിടെ ഉള്ളവർ തന്നെ ആണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയൊരു വേക്കൻസി ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ ഇവിടെ ഓൾറെഡി
വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് റിട്ടയർമെൻറ്റ് പീരീഡിലെത്തി അവർ റിട്ടയർ ആയി പോവുകയാണെങ്കിൽ അവിടെ ഒരു വേക്കൻസി ഉണ്ടാകാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓസ്ട്രേലിയയ്ക്ക് മൂവ്മെൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെ വേക്കൻസി ഉണ്ടാകാം. അല്ലാതെ ഒരുപാട് വേക്കൻസീസ് നിലവിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പം ഞാൻ പറയുന്നത് ഒരു ആധികാരികമായ ഒരു രേഖയായിട്ട് നിങ്ങൾ എടുക്കേണ്ട. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാരണം എനിക്കിവിടെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. കുറച്ച് മാസങ്ങളുടെ എക്സ്പീരിയൻസേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ബാച്ചിലെ കുട്ടികളുടെ കാര്യം അതുപോലെ പുതുതായിട്ട് വന്ന കുട്ടികളോട് സംസാരിച്ച് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ന്യൂസിലാൻഡിൽ ഹോപ്പ് തീരെ ഇല്ല എന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുക. എന്നാൽ നിങ്ങൾക്ക് ഒരു ഹോപ്പ് തരുന്ന ഒരു മേഖലയുണ്ട്. അതാണ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്. അപ്പം ഈ ഒരു ഏരിയയിലാണ് ഇപ്പം പുതുതായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തപ്പെടുന്നതും പുതിയ സ്റ്റാഫുകൾ എടുക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രീവിയസ് മെൻ്റൽ ഹെൽത്ത് അഡിക്ഷൻ അല്ലെങ്കിൽ പ്രിസൺ എക്സ്പീരിയൻസോ അങ്ങനെ ആ ഒരു ഏരിയ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗിൽ. ഇപ്പോഴും വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ന്യൂസിലാൻഡിൽ മെൻ്റൽ ഹെൽത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, അതായത് ഓൾറെഡി വിസയും റെസിഡൻസിയും ഉള്ള ഒരാൾ അപ്ലൈ ചെയ്യുമ്പോഴും ഈ കാര്യങ്ങളില്ലാത്ത വേറൊരാൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പ്രയോറിറ്റി പോകുന്നത് ഓൾറെഡി റെസിഡൻസിയും വിസയുള്ള ആൾക്കായിരിക്കും. എന്നാൽ ഇപ്പോൾ നാട്ടിൽ നിന്ന്, അതായത് ക്യാപ്പ് കഴിഞ്ഞ് റീസെൻ്റായിട്ട് ഒരു കുട്ടി അപ്ലൈ ചെയ്യുന്നു, പ്രീവിയസ് മെൻ്റൽ ഹെൽത്ത് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, എന്നാൽ വേറൊരു ആപ്ലിക്കേഷൻ അവർക്ക് ലഭിക്കുകയാണ്. ഇവിടെ ഏജ് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ആപ്ലിക്കേഷൻ, അവർക്ക് മെൻ്റൽ ഹെൽത്ത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഇവിടുത്തെ വിസയും കാര്യങ്ങളും, അതായത് ഇപ്പോൾ റെസിഡൻസിയും കാര്യങ്ങളും വർക്ക് വിസയും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അവർക്കായിരിക്കും പ്രയോറിറ്റി. അങ്ങനെ ചില കാര്യങ്ങൾ കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പം എപ്പോഴും ഒരു APC ഉള്ള ആളും APC ഇല്ലാത്ത ആളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു എംപ്ലോയർ എടുക്കുക APC ഉള്ള ആളെ ആയിരിക്കും. APCയും വർക്ക് വിസയും അല്ലെങ്കിൽ റെസിഡൻസിയും ഉള്ള ആളും ഇല്ലാത്ത ആളെയും വെച്ച് നോക്കുമ്പോൾ റെസിഡൻസി ഉള്ള ആൾക്കായിരിക്കും പ്രയോറിറ്റി. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്കിപ്പം മെൻ്റൽ ഹെൽത്ത് എക്സ്പീരിയൻസ് നിങ്ങളുടെ ഹോം കൺട്രീസിലുണ്ട്, ഇന്ത്യയിൽ നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്ത് എക്സ്പീരിയൻസ് ഉണ്ട്, എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് APCയിൽ കണ്ടീഷൻ പ്രകാരം നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ നേഴ്സിംഗ് കൗൺസിലുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ അത് മാറിക്കിട്ടാവുന്നതാണ്. അതും ചില കുട്ടികളോട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് മെൻ്റൽ ഹെൽത്ത് നിങ്ങളുടെ ഹോം കൺട്രീസിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കത് ഇവിടുത്തെ നേഴ്സിംഗ് കൗൺസിലുമായിട്ട് സംസാരിച്ചാൽ നിങ്ങളുടെ APCയിൽ നിങ്ങൾക്കത് ചേഞ്ചസ് വരുത്തണമെങ്കിൽ അവരതിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കുന്ന കാര്യം. ഇനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് നാട്ടിൽ, അതായത് നിങ്ങളുടെ ഹോം കൺട്രിയിൽ മെൻ്റൽ ഹെൽത്ത് എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങൾക്ക് ന്യൂസിലാൻഡിലും മെൻ്റൽ ഹെൽത്ത് എക്സ്പീരിയൻസ് ഇല്ല എങ്കിലും നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്തിലോട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. അതിന് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതുകൊണ്ട് നമുക്കൊരു മുടക്കില്ലല്ലോ. നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും കോൾ വരാം. കാരണം ആ സമയത്ത് ഏതെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് സെക്ടറിൽ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ CV സെലക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഷോർട്ടേജ് ഉണ്ടെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ലക്ക് പരീക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് എല്ലായിടത്തേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു സെക്ടറിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കൂടി നിങ്ങളെ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ച് നിങ്ങൾക്കതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സെലക്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. കാരണം ഞാനിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെൻ്റൽ ഹെൽത്ത് സെക്ടറിലാണ്, മെൻ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. എനിക്ക് പ്രീവിയസ് മെൻ്റൽ ഹെൽത്ത് എക്സ്പീരിയൻസ് ഇല്ല, ന്യൂസിലാൻഡിലും ഇല്ല. അത് നിങ്ങൾക്കറിയായിരിക്കും, ന്യൂസിലാൻഡിലെ എൻ്റെ ഫസ്റ്റ് ജോബാണിത്. അപ്പം എങ്ങനെ എനിക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കാരണം എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോള് വന്നു, ഞാനത് അറ്റൻഡ് ചെയ്തു. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് അതിൽ സക്സസ്ഫുൾ ആകാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കൂടിയും അപ്ലൈ ചെയ്യുക. എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. അപ്പം എന്നെ ഇവർ ഇൻ്റർവ്യൂവിന് വിളിച്ചത് എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്പീരിയൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയായിരുന്നു. അപ്പം അത് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ ടൈമിലും പറഞ്ഞു.
ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മുമ്പ് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ എനിക്കൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഇത് ഈ ഒരു സെക്ടറിൽ എനിക്ക് വർക്ക് ചെയ്യാൻ നല്ല താല്പര്യമുണ്ട് എന്ന രീതിയിൽ നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റ് നല്ല രീതിയിൽ കാണിച്ചുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ ഇൻ്റർവ്യൂ ടൈമിൽ നടന്നത്. അപ്പം നമുക്കത് ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടുക എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ബുദ്ധിമുട്ട്. പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയും സംഭവിക്കാം. അപ്പം എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നത് കിവി ഹെൽത്ത് ജോബ്സ് വഴി അപ്ലൈ ചെയ്തപ്പോഴായിരുന്നു. അപ്പോൾ കൂടുതലും വേക്കൻസീസ് കിവി ഹെൽത്ത് ജോബ്സ് വഴിയാണെന്ന് എനിക്ക് തോന്നുന്നു, ഹോസ്പിറ്റൽ സൈഡിൽ നിന്നുള്ളത്. നിങ്ങൾ എല്ലാ ജോബ് സൈറ്റും ചെക്ക് ചെയ്യുക, വേക്കൻസീസ് ഉള്ളിടത്ത് എല്ലാം അപ്ലൈ ചെയ്യുക. അപ്പം ആ രീതിയിലും ട്രൈ ചെയ്യുക. നമ്മളായിട്ട് ട്രൈ ചെയ്യാതിരിക്കല്. വേക്കൻസീസ് ഇല്ല, ന്യൂസിലാൻഡിൽ വന്നാൽ ജോബ് കിട്ടില്ല, കിട്ടില്ല എന്ന് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കേണ്ട. കിട്ടാനും ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ. അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് നമ്മുടെ CV കവർ ലെറ്ററൊക്കെ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ 100% നമ്മൾ എഫേർട്ട് കൊടുക്കുക. നമ്മുടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നതിനാണേലും CVയും കവർ ലെറ്ററും പ്രിപ്പയർ ചെയ്യുന്നതിലാണേലും ഒക്കെ. അപ്പോൾ എന്നോട് കുറച്ച് പേർക്കൊക്കെ ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഏത് CV ആണ്, എങ്ങനെയാണ് CVയും കവർ ലെറ്ററും മെൻ്റൽ ഹെൽത്തിലേക്ക് അപ്ലൈ ചെയ്ത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് കാരണം ഈ ഒരു മേഖലയിൽ, അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഇല്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ ഒരിടത്ത് എഴുതിയിട്ടില്ല, അങ്ങനെ എഴുതാനും പാടില്ല. ഓക്കെ. അപ്പോൾ എനിക്കുള്ള കാര്യങ്ങൾ മാത്രമാണ് എഴുതിയത്. ഞാൻ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളാണ് ഞാൻ CVയിലും കവർ ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ടീം ലീഡറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് കവർ ലെറ്ററിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം, ടീം ലീഡറായിട്ടുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് കവർ ലെറ്ററിൽ ആഡ് ചെയ്യാം. ബാക്കി ഞാൻ മെൻ്റൽ ഹെൽത്തിനായിട്ട് പ്രത്യേകിച്ചൊന്നും CVയിലും കവർ ലെറ്ററും വെച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഉള്ളവരാണെങ്കിൽ അതുകൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ത്യൻ നഴ്സസ് ഒരുപാടില്ല. വെച്ചാൽ മലയാളി നഴ്സസ് ഒരുപാടില്ല. എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ട്. കൂടുതൽ ഇവിടുത്തുകാരായ നഴ്സുമാർ തന്നെയാണുള്ളത്. എന്നാൽ പുതുതായിട്ട് ഇപ്പോൾ അവരെടുക്കുന്ന നഴ്സസിൽ മൾട്ടി കൾച്ചറൽ ഒരു എന്താ പറയുക, പല പല നാഷണാലിറ്റീസ് ഇപ്പം പുതുതായിട്ട് എടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ആണെങ്കിൽ സൗത്ത് ആഫ്രിക്കൻസ്, ഫിലിപ്പിനോസ്, അതുപോലെ പല പല നാഷണാലിറ്റീസ് ഇപ്പം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ മെൻ്റൽ ഹെൽത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത വർക്ക് ചെയ്യുന്ന, അതായത് പ്രീവിയസ് മെൻ്റൽ ഹെൽത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത വേറെയും സ്റ്റാഫുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്ത് എക്സ്പീരിയൻസ് ഇല്ല എന്നതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അപ്ലൈ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ എല്ലായിടത്തോട്ടും തന്നെ അപ്ലൈ ചെയ്യുക. അപ്പം നമ്മുടെ ഏത് ഹോസ്പിറ്റലാണോ, അതായത് ഹോസ്പിറ്റലാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കണോ എന്നതും. നമുക്കതിൽ സെലക്ട് ആയാൽ അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല. നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നത് അവിടെ ഒരു വിഷയമല്ല. നമ്മളവിടെ വർക്ക് ചെയ്യാൻ അവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലായിടത്തും നിങ്ങൾ ട്രൈ ചെയ്യുക, മെൻ്റൽ ഹെൽത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 10 years എക്സ്പീരിയൻസ് അല്ലെ 15 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ലെവൽ 7 കിട്ടണം എന്നൊരു നിർബന്ധമില്ല. കാരണം നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ലെവൽ തീരെ കുറവായിരിക്കും. അപ്പോൾ അത് നമുക്കൊരു വിഷയമല്ല, കാരണം നമുക്കൊരു ജോലി കിട്ടുക എന്നതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എനിക്കും കിട്ടിയിരിക്കുന്ന ലെവൽ കുറവാണ്, പക്ഷേ എനിക്കതിലൊരു വിഷമമില്ല. കാരണം ഒരു ജോലി കിട്ടുക എന്നതായിരുന്നു ഒരു എന്താ പറയുക, ന്യൂസിലാൻഡിൽ ഒരു ജോലി കിട്ടുക എന്നതായിരുന്നു ഏറ്റവും സ്ട്രഗിൾ ചെയ്തൊരു കാര്യം. അപ്പോൾ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് വേക്കൻസീസ് വരില്ല, എങ്കിൽ കൂടെയും ഉള്ള ചാൻസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അത് ഇതുവരെ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ എക്സ്പീരിയൻസ് ഇല്ല എന്ന് കരുതി നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. ട്രൈ എവരിവെയർ. അപ്പോൾ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ന്യൂസിലാൻഡിലെ ഒരു കറണ്ട് സിറ്റുവേഷനെ പറ്റി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ.
അപ്പോൾ അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ്. അതായത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചും അതുപോലെ തന്നെ ഞാൻ പുതുതായി റീസെൻ്റായിട്ട് ക്യാപ്പ് കഴിഞ്ഞ് വരുന്ന കുട്ടികളോട് സംസാരിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളും വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെയും ടേക്ക് കെയർ ആൻഡ് ബൈ.